ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ചട്ടി എങ്ങനെയാണ് മയക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് ഞാനിപ്പോൾ ഈ ചട്ടി വാങ്ങിയിട്ട് പുതിയ ചട്ടി വാങ്ങിയതാണ്. അത് ഉപയോഗിക്കുന്നതിൻ്റെ മുമ്പ് അതിലേക്ക് കുറച്ച് ഉമി തവിട്, നെല്ല് കുത്തിയ തവിടാണത്. അപ്പം അത് കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു പകുതി ഭാഗം വരെ ഈ തവിടിടണം. എന്നിട്ട് അത് അടുപ്പത്ത് കയറ്റി വയ്ക്കാം. തീ കത്തിച്ചിട്ട് അതിൽ തീ കത്തിച്ച് നല്ലോണം കരിഞ്ഞ് തീ പിടിച്ച് വരണം. അപ്പം അതിങ്ങനെ അടുപ്പത്ത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടിൽ ഇളക്കിയിട്ട് ഉള്ളിലേക്ക് പുക പിടിക്കും. ഉമി ചൂട് പിടിച്ചിട്ട് ഇങ്ങനെ പുകഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തീ കൊടുത്തു കഴിഞ്ഞാൽ ആളി പിടിക്കും. അങ്ങനെ അത് ഞാൻ വെച്ച് നടുക്കിൽ കുറച്ച് ഇങ്ങനെ അടിയിൽ നിന്ന് നീക്കിയിട്ട് നടു കുഴിയായിട്ട് കനം കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിയിൽ നിന്ന് വേഗം കരിഞ്ഞു പിടിക്കും, മുകളിലേക്ക് ചൂട് പെട്ടെന്ന് എടുക്കും. അങ്ങനെ കനം കുറഞ്ഞ ഭാഗമാകുമ്പോൾ ഉമി ചട്ടി ചൂട് പിടിച്ചിട്ട് പുക വരാൻ തുടങ്ങി ഉള്ളിൽ നിന്ന്, കണ്ടോ. അപ്പോൾ അത് അതിൻ്റെ നടുക്ക് ഇങ്ങനെ പുകഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് മുഴുവൻ ചൂട് പിടിക്കും. അങ്ങനെ ചൂട് പിടിക്കണ നേരത്ത് നമ്മൾ ഒരു തീ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചാടി പിടിക്കും തീ. അപ്പം നല്ലപോലെ പുക വന്നു തുടങ്ങി അതിൻ്റെ ഉള്ളിൽ നിന്ന്. അതങ്ങനെ ഇളക്കി കൊടുക്കണം. അത് ഇളക്കിയിട്ട് ഉള്ളിലാകെ ചൂട് പിടിക്കും. അങ്ങനെ ചൂട് പിടിച്ചിട്ടുള്ളത് അങ്ങനെ നല്ലപോലെ ആകെ പുകഞ്ഞ് പിടിക്കും. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഷെയർ ചെയ്യുക. അപ്പോൾ ഉമി നന്നായി ചൂട് പിടിച്ചിട്ടുണ്ട്. അത് ഉള്ളിലേക്ക് പുക വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നിർത്താണ്ട് ഇളക്കിയിട്ട് ആകെ കരിഞ്ഞ് വരും ഉള്ളിലേക്ക്. നന്നായിട്ട് ആയിരിക്കും. അത് നന്നായിട്ട് ഇളക്കണം. അതിന് നല്ല ശ്രദ്ധ വേണം. കാണാൻ പറ്റും, നോക്കണം. വലിയ വടി കമ്പ് വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നത് വാകലം വെച്ച് ഇളക്കി അത് മുഴുവൻ കത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ വെച്ചാൽ നമ്മൾ ആകെ സിമെൻ്റ് ഇട്ട നിലം ആയതുകൊണ്ട് അപ്പോൾ നിലത്ത് ഉമി ചെരിഞ്ഞ് അങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ പിന്നെ എല്ലായിടത്തും ടൈലല്ല. അപ്പോൾ ആ ടൈലിൽ ഉമി ഇട്ട് ചൂട് പിടിച്ച തീക്കണൽ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കേടാവും. അത് കാരണം ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് കമഴ്ത്തി വെച്ചു. അതെടുത്ത് ചൂടാറിയപ്പോൾ വെള്ളമൊഴിച്ച് കഴുകി. ഇനി അതിൻ്റെ മീതെ കുറച്ച് വെളിച്ചെണ്ണ, ഈ ചട്ടിമേ മുഴുവൻ വെളിച്ചെണ്ണ പരട്ടെ. മീതെ ആകും പുറമൊക്കെ ചുറ്റും വെളിച്ചെണ്ണ പരട്ടി 1-2 പ്രാവശ്യം അത് പരട്ടുമ്പോഴേക്കും അത് വലിയുണ്ട്. അപ്പോൾ വീണ്ടും 2 പ്രാവശ്യം അങ്ങനെ പരട്ടി വെച്ചു. പുറമെ പരട്ടണോടത്തൊക്കെ നന്നായിട്ട് വലിയുന്നുണ്ട്. അങ്ങനെ പരട്ടി അത് വീണ്ടും വലിയുമ്പോൾ വീണ്ടും പരട്ടി, അങ്ങനെ 2 പ്രാവശ്യം പരട്ടി വെച്ചു. അപ്പോൾ ഞാൻ ഇതുപോലെ മയക്കിയെടുത്തിട്ടുള്ള 2 ചട്ടികളുണ്ട്. അപ്പോൾ അവിടെ തൊട്ടടുത്തിരിക്കുന്നത് ഒരു 7 വർഷം മുമ്പ് വാങ്ങിയിട്ടുള്ള ചട്ടിയാണ്. അപ്പോൾ ഇതുവരെ കേടൊന്നും വന്നിട്ടില്ല. അതിന് പത്തിരി ചൂടാനും അട ചൂടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കറി വയ്ക്കേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അത് ആ ഉള്ളിൽ ഒക്കെ വെളിച്ചെണ്ണയൊക്കെ പരട്ടി അവിടെ ഇവിടെയൊക്കെ വലിയുണ്ട്. ഇനി പുറമൊക്കെ വലിഞ്ഞു കഴിഞ്ഞു പുറത്ത്.
അപ്പോൾ ഇനി അതിൽ ചോറ് വെച്ച കഞ്ഞിവെള്ളം, ഇതാ കരി എങ്ങനെയാണ് ഈ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളത്. ഈ കരി നമുക്ക് വേണമെങ്കിൽ പല്ല് ക്ലീൻ ചെയ്യാനായിട്ട്, പല്ലൊക്കെ ഉമ്മിക്കരി കൊണ്ടാണ് പല്ല് തേക്കാറ്. ഇപ്പോൾ എല്ലായിടത്തും പേസ്റ്റും ബ്രഷൊക്കെ ആയപ്പോൾ പിന്നെ ആ ഉപയോഗം ഇല്ല. ഇപ്പോൾ ഇതാ ഈ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുന്നത് ഈ പതഞ്ഞ് വരും. മണ്ണിൻ്റെ വാസനയുണ്ട്, അതിൻ്റെ മണമൊക്കെ പോകാനായിട്ട്. പിന്നെ വെള്ളം വറ്റും, കറി വയ്ക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം വറ്റും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുന്നത്. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വെള്ളം വറ്റണ ഇതൊക്കെ ഒഴിവാകും. ഈ ചട്ടി ഞാൻ 20 വർഷം മുമ്പ് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇപ്പോഴാണ് കുറേശ്ശെ വിള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. ചട്ടി സൈഡിലൊന്ന് വിണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ മയക്കി എടുത്തിട്ടുള്ള ചട്ടികളാണ് ഇപ്പോൾ ഈ 2 ചട്ടി ഞാൻ കാണിച്ചത്. ഒന്നും കേടില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ